ശ്രീ പ്രകാശം മാസ്റ്റർ, അങ്ങനെ താണു വണങ്ങി ദയനീയമായി നരേന്ദ്രമോദിയുടെ മുമ്പിൽ നിന്നോ പിണറായി വിജയൻ? ചോദ്യം നമ്പർ 1. 2, അങ്ങനെ നിൽക്കേണ്ടി വന്നത് മുഖ്യമന്ത്രി നേരിട്ട് പോയി പ്രധാനമന്ത്രിയെ സംസ്ഥാനത്തേക്ക് സ്വീകരിക്കുന്നു. അതിനുശേഷം പിന്നീട് ഇന്നത്തെ പരിപാടിയിൽ കേന്ദ്രത്തെക്കുറിച്ച് വിമർശനാത്മകമായ ഒന്നും പറയാതെ പ്രസംഗിക്കുന്നു. ഈ കാര്യങ്ങൾ ഇന്നിപ്പോൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരം പുറത്തു വന്നിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് മേലുള്ള അന്വേഷണത്തിന്റെ വാളിനെ പേടിച്ചാണ് എന്ന് കോൺഗ്രസ്സുകാർ പരിഹസിക്കുന്നു. അതിന് മറുപടി പറഞ്ഞ് തുടങ്ങാം നമുക്ക്. ഈ രാജ്യത്തെ ഉത്തരവാദപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പങ്കെടുക്കുന്ന ഒരാൾ ഇത്ര ബാലിശമായ കാര്യങ്ങൾ പറയുന്നതിനൊക്കെ അത്ഭുതം തോന്നുന്നു. ഒരു പ്രധാനമന്ത്രി സംസ്ഥാനത്ത് മുഖ്യമന്ത്രി അവിടെ വരുന്ന സമയത്ത് മുഖ്യമന്ത്രി അദ്ദേഹത്തിനെതിരായിട്ടുള്ള പ്രസംഗം നടത്തുകയാണോ എവിടെയെങ്കിലും ചെയ്യുക? ഇപ്പോൾ BJPയുടെ ഗവൺമെൻറ്റിൻ്റെ ആളുകൾ കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റേറ്റിലെല്ലാം പോകുന്നുണ്ടല്ലോ. അവിടെയെല്ലാം പോയിട്ട് മുഖ്യമന്ത്രിമാർ പ്രധാനമന്ത്രിക്കെതിരെ വാളെടുക്കുകയാണോ? ഇനിയിപ്പോൾ മുഖ്യമന്ത്രി ഇവിടെ കേരളത്തിലെ ജില്ലാ പഞ്ചായത്ത്, മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ പോകുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന കണ്ണൂർ കോർപ്പറേഷനിൽ വന്നിട്ടുണ്ടല്ലോ. അവിടെയെല്ലാം വന്നിട്ട് കോൺഗ്രസിൻ്റെ ആളുകൾ വന്നിട്ട് മുഖ്യമന്ത്രി തെറി പറയലാണോ? എന്ത് വിഡ്ഢിത്തമാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ഈ പറയുന്ന രാഷ്ട്രീയത്തിലെ നയനിർണ്ണയത്തെ സംബന്ധിച്ചൊന്നും ഒരു വിവരമില്ലാത്തതുകൊണ്ടാവാം. എന്തായാലും വളരെ വളരെ ബാലിശമായൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ കേന്ദ്രവിരുദ്ധ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ കാര്യം സംബന്ധിച്ചൊന്നും നരേന്ദ്രമോദി പറഞ്ഞില്ലല്ലോ. ഡൽഹിയിൽ ചെന്ന് കേരളത്തിലെ മന്ത്രിമാരും ജനപ്രതിനിധികളും അതുപോലെ MLA ആകെ തന്നെ നരേന്ദ്രമോദി ഗവൺമെന്റിനെതിരായിട്ട് സമരം നടത്താൻ വേണ്ടി പോകുന്നു. അതിലപ്പുറം എങ്ങനെയാണ് കേരളത്തിലെ ഗവൺമെന്റ് പ്രതികരിക്കേണ്ടത്? അല്ല, അവിടെ പ്രകാശം പക്ഷേ കേന്ദ്ര വിരുദ്ധ സമരം അടുത്ത മാസം ഫെബ്രുവരിയിലാണല്ലോ പ്രഖ്യാപിച്ചത്. ഇപ്പൊ ചില സന്ദർഭങ്ങളിലെങ്കിലും ഇതുപോലെ പ്രധാനമന്ത്രിയുടെയോ പ്രസിഡന്റിന്റെയോ ഒക്കെ സന്ദർശന വേളയിൽ മന്ത്രിമാരെ ഈ സ്വീകരണത്തിന് വേണ്ടി, ഔദ്യോഗിക സ്വീകരണത്തിന് വേണ്ടി വേണമെങ്കിൽ ഡെപ്യൂട്ട് ചെയ്യാം, നേരിട്ട് മുഖ്യമന്ത്രി തന്നെ പോകണമെന്നില്ല. ഇവിടെ കോൺഗ്രസ് ഇന്നിപ്പോൾ കെ മുരളീധരൻ ഉന്നയിച്ചിരിക്കുന്ന ഒരു ആക്ഷേപം, ജ്യോതി ബസു അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കാൻ നേരത്തെ തീരുമാനിച്ച മുഖ്യമന്ത്രി അടിയന്തര പ്രാധാന്യത്തിൽ അത് കട്ട് ചെയ്ത് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ പോയി എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടായോ? ഇതെന്താന്ന് പറഞ്ഞാൽ ഈ സാധാരണഗതിയിൽ ഒരുതരം വിവരക്കേട് എന്ന് പറയുന്ന ഒരു ന്യായമുണ്ടല്ലോ. നിങ്ങൾ ഈ സാധാരണഗതിയിൽ പ്രധാനമന്ത്രിമാർ വരുമ്പോൾ പ്രോട്ടോക്കോൾ ഇല്ലേ? എന്താ പ്രോട്ടോക്കോള്? അന്യ രാജ്യങ്ങളിലെ ആളുകൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പ്രോട്ടോക്കോൾ ഇല്ലേ? ഇപ്പോൾ മറ്റ് രാജ്യത്തിലെ പ്രധാനമന്ത്രിയോട് വരുന്നു, നരേന്ദ്രമോദി അവിടെ പോകാതിരിക്കുകയാണ് ചെയ്യുക. പ്രസിഡന്റ് വരുന്നു, ഇവിടുത്തെ പ്രസിഡന്റ് പോകാതിരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ കേരളത്തിൻ്റെ ഒരു ഔദ്യോഗികമായ പരിപാടി ഉദ്ഘാടനത്തിനാണ്. അദ്ദേഹത്തിന് വേണ്ടി ഒരു 4000 കോടിയുടെ പദ്ധതി ഈ കേരളത്തിൽ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആ പരിപാടിക്ക് വേണ്ടി പങ്കെടുക്കാൻ വരുമ്പോൾ മുഖ്യമന്ത്രി ഉണ്ടാവേണ്ടതില്ല, ആരെങ്കിലും അയച്ചോട്ടെ എന്നെല്ലാം പറയുന്നത് എത്ര ബാലിച്ചാണ്. കേരളത്തോട് കേന്ദ്ര ഗവൺമെന്റ് കാണിച്ചുകൊണ്ടിരിക്കുന്ന അവഗണനയ്ക്കെതിരെ ഏറ്റവും ശക്തമായി പ്രതികരിക്കുന്ന ആളല്ലേ കേരളത്തിലെ മുഖ്യമന്ത്രി? അദ്ദേഹമാണല്ലോ അതിൻ്റെ നേതാവായിട്ട് കേരളത്തിൽ നിൽക്കുന്നത്. പിന്നെ അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ നരേന്ദ്രമോദിയുടെ BJPക്കാർ തുടങ്ങിയ കാലം എത്രയായി? 2000 കാണാൻ വേണ്ടി കഴിഞ്ഞ ഈ കഴിഞ്ഞ നരേന്ദ്രമോദി ഗവൺമെന്റ് വന്ന 2016 മുതൽ ഇങ്ങോട്ട് അദ്ദേഹം സ്ഥിരമായിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രി അധിക്ഷേപിക്കാനും അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താനും തികച്ചുപോ ROCയുടെ അന്വേഷണം. ഞാൻ ഇപ്പോൾ ചോദിക്കട്ടെ, ഇന്ത്യ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഈ ROC എന്ന് പറയുന്ന ഒരു സംഘടന ഒരു അന്വേഷണം നടത്തിയ ചരിത്രമുണ്ടോ? ഇതിൽ അവർക്ക് അന്വേഷണം നടത്താൻ എന്തെങ്കിലും അധികാരമുണ്ടോ? ഇല്ലല്ലോ. അവർ ROC ഏൽപ്പിക്കുന്നു. എന്തിന്? ROCയുടെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് അന്വേഷണം നടത്താൻ. വൃത്തികേടുകൾ അങ്ങേ തലയല്ലേ നരേന്ദ്രമോദി ഗവൺമെന്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? അത് വൃത്തികേടാണെന്ന് പറയാൻ വേണ്ടിയിട്ട് എന്തേ പടകുളം മധ്യമേ സാധിക്കുന്നില്ല? ഇന്ത്യ രാജ്യത്ത് എമ്പാടും ഇക്കാര്യം നടക്കുകയാണല്ലോ. കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റേറ്റുകളിൽ നമ്മുടെ ഖാർഗെ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് പോയിട്ട് പറഞ്ഞല്ലോ, കേന്ദ്ര ഗവൺമെന്റ് സ്വന്തം ഭരണഘടനാ ഏജൻസികളെ, ഈ പ്രതിപക്ഷങ്ങളുടെ സംസ്ഥാന ഗവൺമെന്റുകളെ അവർ ഭീഷണിപ്പെടുത്താൻ ഉപയോഗിക്കുന്നു. അവർക്കെതിരായിട്ട് അന്വേഷണം സംഘടിപ്പിക്കുന്നു. CBI എടുത്തിരിക്കുന്ന കേസുകൾ 97% പ്രതിപക്ഷത്തിനെതിരാണ്. അത് ദേശീയ നിലപാടാണെന്ന് മധുവിന് അറിയില്ലെങ്കിൽ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ? അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ബാലിശമായി പറയുന്ന ഒരു നിലപാടാണ് കേരള ഗവൺമെന്റ് ഈ കാര്യങ്ങളിൽ ഔദ്യോഗികമായി ചെയ്യേണ്ട കാര്യം. ഇപ്പോൾ ഗവർണർ എന്ത് വൃത്തികേടാണ് ഗവർണർ കാണിക്കുന്നത്? അതുകൊണ്ട് അദ്ദേഹത്തെ എന്തൊക്കെ ചെയ്യാൻ വേണ്ടി കഴിയും? കേരളത്തിലെ അദ്ദേഹം ഔപചാരിക ഭരണത്തലവരെ അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന് ഒരു കയ്യാങ്കളി നടത്തുക സാധ്യമാണോ? എന്താണ് നിങ്ങൾ കയ്യാങ്കളി നടത്താത്തത് എന്ന് കോൺഗ്രസ്സുകാർ ചോദിച്ചാൽ അതെന്ത് ബാലിശമായ ചോദ്യമാണ്. രാജ്യത്ത് ഭരണഘടനയും നിയമങ്ങളെല്ലാം ഇല്ലേ? അതിനനുസരിച്ചല്ലേ ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അതൊരു ഔദ്യോഗികമായിട്ട് സ്ഥാനമാണ്, ഭരണഘടനാ സ്ഥാപനമാണ്. അതിന്റെ സ്ഥലത്തിരിക്കുന്ന ആള് അങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ല. അദ്ദേഹത്തെ ചീത്ത പറയണം, അദ്ദേഹത്തിന്റെ പടക്കമറിയണം എന്നെല്ലാം പറഞ്ഞാൽ എന്തൊരു ബാലിശാണത്. അദ്ദേഹം അങ്ങനെ കൂനിക്കൂടി നിന്നു. ഇയാളോട് ചോദിച്ചില്ല നിൽക്കുന്നേ വൃത്തികേട് എന്നല്ലാതെ പറയുന്ന പറയാ. ശരി.